നിങ്ങൾക്ക് എൻ്റെ ഡാർക്ക് സർക്കിൾസ് കാണാൻ പറ്റുന്നുണ്ടോ? അമ്മേ പേരൊക്കെ പറിക്കാം. സ്വഭാവം കഴിച്ചു. പിന്നെ കഴിക്കാൻ പറ്റിയിരുന്നില്ല. വെറുതെ ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് ഇത്. ഞാൻ പെണ്ണെറ്റുള്ളൂ. ഇപ്പോൾ ഒരു 7:30-8 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ക്യൂസൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ലേറ്റായിട്ടാണ് എഴുന്നേക്കാം. നേരത്തെ ഒന്നും എഴുന്നേക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാനോ, എപ്പോഴും നേരത്തെ എഴുന്നേക്കാമെന്ന് വിചാരിക്കും, പക്ഷേ പറ്റാറില്ല. അപ്പോഴേ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാം പുറത്ത് മാപ്പാക്കണം എന്ന് ആദ്യം തന്നെ ഞാൻ പറയാണ്. ഇനി അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്നതായിരിക്കും. ഞാൻ അഭിനയിക്കാനൊന്നും പറയരുത്, എൻ്റെ റിയൽ ലൈഫ് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇങ്ങനെ തൊണ്ടയിൽ കിച്ച് വരാറുണ്ട്. എക്സ്ക്യൂസ് മീ. നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഞാനപ്പോൾ രാവിലെ എഴുന്നേറ്റ് അവിടെ തന്നെ ബെഡ് മേക്കിംഗ് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കും. അജയായിട്ടുള്ളൂ. ഇതാ എൻ്റെ മറ്റേണിറ്റി പില്ലോസാണ്. എന്താ ഇവിടെ രണ്ട് സൈഡിലും അത് വെക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല രാത്രി. നിങ്ങൾക്ക് എൻ്റെ ഡാർക്ക് സർക്കിൾസ് കാണാൻ പറ്റുന്നുണ്ടോ? രാത്രി കുറേ നേരമായി ഉറങ്ങാതെ. അപ്പോൾ നമുക്ക് പല്ല് തേക്കാം. പല്ല് തേക്കുന്നതിന് മുന്നേ വേറെ കാര്യം ചെയ്യാനുണ്ട്. ഇനി നമുക്ക് പല്ല് തേക്കാം. എല്ലാവരും രാവിലെ പല്ല് തേക്കാം. ഇത് എൻ്റെ കുഞ്ഞു വീടാണ്, പക്ഷെ ഇതെൻ്റെ സ്വർഗമാണ് കേട്ടോ. വീടിൻ്റെ വലിപ്പത്തിലൊന്നും ഞാൻ കഴിഞ്ഞു. നമ്മൾ പല്ലിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും എടുത്ത് കഴിക്കും. കാരണം രാത്രി ഇത്രയും നേരം കുഞ്ഞാക്കൊന്നും കിട്ടാതിരിക്കല്ലേ. അപ്പൊ പാല് കുടിക്കാം. പാല് നിങ്ങൾക്കറിയാലോ, എല്ലാ പ്രോട്ടീൻസും എല്ലാം അടങ്ങിയ സംഭവമാണ്. അതിൻ്റെ കൂടെ വേറെ സാധനം കൂടി ഞാൻ കഴിക്കുന്നുണ്ട്. വെള്ളത്തിലിട്ട് വെച്ച ബദാം, അതും കഴിക്കും. അതിപ്പോൾ കുടിക്കാം. പാല് 2-3 ഗ്ലാസ്സൊക്കെ ഗർഭിണികൾ കുടിക്കണം എന്നാണ് ദിവസവും. കാൽസ്യം റിച്ച് ആണ്. ഈ സമയത്ത് കാൽസ്യത്തിന്റെ പ്രത്യേകതയെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ടിട്ടൊന്നും അറിയില്ല. കാൽസ്യം നമ്മൾ ഗുളിക കഴിക്കും, 2 കിലോ വെച്ച് കഴിക്കണം. അതിൻ്റെ കൂടെ ഇതുപോലെ ഡയറ്റിലും പാലും തൈരും ഒക്കെ കഴിക്കണം. എൻ്റെ രാവിലത്തെ കാൽസ്യമാണ് ഇപ്പം അകത്താക്കിയത്. ഈ വ്ളോഗിൽ നിങ്ങൾ കൂടുതലും കാണാൻ പോകുന്നത് ഞാൻ തിന്നുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കരുത്, ഈ പെണ്ണ് തിന്ന് നടക്കാൻ വേണ്ടിയിട്ടാണോ വ്ളോഗ് എടുത്തതെന്ന്. പ്രഗ്നൻസി ടൈമിൽ ഒരു പ്രഗ്നൻ്റ് ഇടയ്ക്ക് വേറെ എന്ത് പണിയാണുള്ളത്? അത് വീട്ടിലിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് പ്രഗ്നൻസി ഡയറ്റിൻ്റെ കാര്യം കൂടി കുറച്ച് കൊണ്ട് തന്നെ ഈ ഒരു വ്ളോഗ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പം ഇനി ഞാൻ കാണിക്കുന്ന ഡയറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. എസ്പെഷ്യലി പ്രഗ്നന്റ് ലേഡീസ്. അല്ലാത്തവർ ജസ്റ്റ് എൻജോയ്. രാവിലെ വെറുതെ ഇരിക്കാതെ കുറച്ചു നേരം നടക്കുക, എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. എക്സസൈസ് ചെയ്യാനിപ്പോ മടിയാണ്, കാരണം ഇപ്പം ബാക്ക് പെയിനും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുണ്ട്.
ഞാൻ നേരത്തെ നടക്കുന്നു പറഞ്ഞില്ലേ, ഇത് കൂടിയാണ് നടക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തും എന്റെ നടത്തത്തിന്റെ സ്പീഡ് അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണ്. പ്രത്യേകിച്ച് ഫോൺ വിളിക്കുന്ന സമയത്ത്. ഫോൺ വിളിക്കുമ്പോൾ ഫോൺ സംസാരിക്കുന്നതിന്റെ ആവശ്യം കൂടുന്നതിനനുസരിച്ച് നടത്തത്തിന്റെ സ്പീഡും കൂടും. ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ 2-3 എക്സസൈസും കാണിച്ചു തരാം. എക്സസൈസ് ഫുൾ ഡെമോ അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അത് പിന്നെ നമുക്ക് വേറൊരു എപ്പിസോഡ് ചെയ്യാം. ആദ്യം ജസ്റ്റ് ഒന്ന് വാമപ്പ് ആവും. ഒന്ന് ഇങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, കാലൊക്കെ ഒന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കും. ഇതാ നമ്മുടെ പെൽവിസ് ഡയറക്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. പിന്നെ ഞാൻ മിക്കപ്പോഴും മിസ് ചെയ്യാത്തത് സ്ക്വാറ്റ്സ് ആണ്. ഹാഫ് നമ്മുടെ തൈ മസിൽസിനും പെല്ലിക് മസിൽസിനൊക്കെ അടിപൊളിയാണ്. പിന്നെ ചെയ്യുന്നത് ഫുൾ സ്ക്വാറ്റ്സ്. ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കണേ. ഫുള്ള് ഇങ്ങനെ നമ്മൾ ബാത്റൂമിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഓക്കെ, ഈ സമയത്ത് നല്ല സ്ട്രെയിൻ ആട്ടോ ഇവിടെയൊക്കെ. ഇങ്ങനെ കുറച്ചേരം ഇരിക്കാം. ഇത് സുഖപ്രസവത്തിനൊക്കെ നല്ലതാണ്. കുറച്ചേരം ഇങ്ങനെ ഇരിക്കുക, എഴുന്നേക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് എഴുന്നേക്കണേ. ഓക്കെ, അത് 2-3 പ്രാവശ്യമൊക്കെ ചെയ്യാം. ഞാൻ മടികാരണം അധികമൊന്നും ചെയ്യാറില്ല. ഭക്ഷണം കഴിക്കണം. അതിന് മുന്നേ വേറെ വലിയ പരിപാടി ഉണ്ട്, കുളിക്കണം. ഇപ്പോൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഞാൻ എണ്ണയൊക്കെ തേച്ച് നല്ല വിശദീകരിച്ചാണ് കുളിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, സോ ഞാൻ കുളിച്ചൊക്കെ റെഡി വന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിക്കാം. സമയം ആയി. എന്തായാലും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലേ ദോശയാണ് കേട്ടോ. ദോശയും ചെറുപയർ കറിയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ കറി. കടലക്കറി ദോശയും ചെറുപയർ കറിയും ദോശയും ഇഡ്ഡലിയും സാമ്പാറും പുട്ടും കടലയും. ആ കോമ്പിനേഷനൊക്കെ എല്ലാ മലയാളീസിനും ഇഷ്ടമാണല്ലോ. അതിൽ എൻ്റെ ഫേവറേറ്റ് ആണ്, വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ഇത്. കറി ധാരാളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ദോശ എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത്ര തിന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഒരു 2-3 ദോശയൊക്കെ കഴിക്കും കേട്ടോ. ചിലപ്പോൾ 2 കഴിക്കുള്ളൂ, അല്ലെങ്കിൽ 3 കഴിക്കും. രാവിലെ പാലൊക്കെ കുടിച്ചത് കൊണ്ട് അത്ര അങ്ങ് ഇതാക്കില്ല. അതാ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മ ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ കുക്കിംഗ് ഒക്കെ എല്ലാം അമ്മ തന്നെ ചെയ്യും. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ ഉണ്ടാക്കിയത് എന്ന് നോക്കാൻ വേണ്ടി വരുന്നതേ ഉള്ളൂ. അടുക്കളയിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മളെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. ആ സമയത്തും ഞാൻ ആദ്യം പഠിച്ചൊരു കാര്യം ഈ ദോശയും ഈ ചെറുപയർ കറി ഉണ്ടാക്കാനാണ്. എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ദോശയും ചെറുപയർ കറിയും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കും. കഞ്ഞി കുടിച്ചിട്ട് ബാക്കി സമയവും വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും എന്ന് കഴിഞ്ഞ ഒരു വർഷത്തിൽ എനിക്ക് ബോധ്യമായതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്നത് നല്ലതാട്ടോ. ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തെ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചു വെച്ചാല് പിന്നെ എവിടെയെങ്കിലും ഒറ്റയ്ക്കൊക്കെ പെട്ടുപോയാൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. പ്രഗ്നൻസി ടൈമിൽ ക്രേവിങ്സിന്റെ കാര്യം പറയുമ്പോൾ ചില സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോക്ലേറ്റ്സ് വാങ്ങി കഴിക്കും, ഒരുപാട് ഐസ്ക്രീം വാങ്ങി കഴിക്കും, കുറെ ജങ്ക് ഫുഡ്സ് വാങ്ങി കഴിക്കും. അതൊക്കെ ഒന്ന് കുറയ്ക്കാം. എനിക്ക് പൊതുവെ ചായയും കാപ്പിയും കുടിക്കുന്ന ശീലം ഇല്ലായിരുന്നു. പക്ഷേ ഈ സമയത്ത് എന്താണെന്നറിയില്ല, കാപ്പി കുടിക്കാൻ ഭയങ്കര ക്രേവിംഗ് ആണ്. പ്രത്യേകിച്ച് ഈ അവസാന മാസമായപ്പോൾ 5 മാസം എനിക്കൊന്നും കഴിക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ വിശേഷം ഞാൻ വേറെ ബ്ലോഗിൽ പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനെ കാപ്പി കുടിക്കാൻ ഭയങ്കര ക്രേവിംഗ്. പ്രത്യേകിച്ച് ബ്രൂ കോഫിയാണ് കേട്ടോ. അതിന്റെ ടേസ്റ്റ് എന്തോ ഭയങ്കര ഇഷ്ടമായി. പണ്ടൊക്കെ കഴിച്ച് അപ്പം ശബ്ദിക്കായിരുന്നു. പണ്ട് മീൻസ് പ്രഗ്നൻസിയിൽ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ. ഇപ്പം ബ്രൂ കോഫിന്റെ ആ കുഞ്ഞു പാക്കറ്റ് ഇല്ലേ, 2 രൂപേന്റെ, അത് കൊണ്ടുവരും. അത് കൊണ്ടുവന്നിട്ട് കുറച്ച് പൊടി കാപ്പി വെച്ച് കുടിക്കും. വല്ലപ്പോഴും അങ്ങനെ ക്രേവിങ് തോന്നുമ്പോ. ഡ്രൈ ഫ്രൂട്ട് ഒക്കെ എടുത്ത് ഒരുപാടങ്ങ് വിഴുങ്ങരുത്, മീൻസ് കഴിക്കരുത്. അതുപോലെ ചോറ് ഒരുപാട് കഴിക്കരുത്. ഒക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ചോറ് കുറച്ച് കഴിച്ചാൽ മതി. പച്ചക്കറികളാണ് കൂടുതൽ കഴിക്കേണ്ടത്. ഈ സാധനം നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് എൻ്റെ മുടി ഉണങ്ങാത്തത് കൊണ്ട് ഞാനിങ്ങനെ കെട്ടിവെച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ മുടിയിട്ട് വെള്ളം ഊറ്റി ഞാൻ തന്നെ മലന്നടിച്ച് വീഴും. അതുകൊണ്ടാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഈ ഒരു സമയത്ത് എൻ്റെ പരിപാടി വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എഡിറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഞാൻ ഈ ഒരു സമയത്താണ് ചെയ്യാറ്. അതല്ലെങ്കിൽ പിന്നെ എൻ്റെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും, അതൊക്കെ ചെയ്യും. പിന്നെ അല്ലെങ്കിൽ വർത്താനം പറഞ്ഞിരിക്കും. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട്, അത് ചെയ്യണം. ഇങ്ങനെ ഇതെടുത്ത് മടിയിൽ വെക്കും. ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഫുള്ള് സപ്പോർട്ട് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കാറ്.
open up. You OPN up. Bitch, you won't be BM. We should be closer than friends. If you OPN and take the high road and hop in. അയ്യോ 11 മണിയായ സമയം. ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ട് 2 മണിക്കൂറായി. ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാറുണ്ട്. ഇപ്പം എനിക്ക് വിശപ്പ് ചെറുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 11 മണിയാണെന്ന് കണ്ടപ്പോൾ ഈ സമയത്ത് ഞാൻ അടുക്കളയിൽ കയറിയത്. അപ്പം പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ആണ്. ഇവിടെ പേരക്ക കിട്ടും, ചക്ക, മാങ്ങ, പിന്നെ അതല്ലെങ്കിൽ തേങ്ങ, ഇളനീര് വെള്ളം കുടിക്കും, ടെൻഡർ കോക്കനട്ട് അത് കഴിക്കും. ആദ്യമൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ കിട്ടുന്നില്ല. ചക്കയും മാങ്ങയൊക്കെ നാട്ടിലായതുകൊണ്ട് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പഴം പച്ചക്കറിയൊക്കെ മായില്ലാതെ കിട്ടുന്നത് ആയതുകൊണ്ട് അതൊരു ഭാഗ്യമാണ് ഇപ്പൊ നാട്ടിലെത്തിയത്. പേരക്ക മരമുണ്ട് ഇവിടെ, നമുക്ക് പേരക്ക പറിക്കാം. എന്നിട്ട് അടുക്കളയിൽ ഒന്ന് കറങ്ങിട്ട് വരാം. അമ്മേ അമ്മേ പേരക്ക പറിക്കാം. അത് പിടിക്കുന്നുണ്ടായിരുന്നു. പറയണ്ടേ? ഇതാ നമ്മുടെ പേരക്ക മരം. ഇവിടുന്ന് ഇപ്പം തന്നെ പറിച്ചിട്ട് അങ്ങനെ കഴിക്കാണ്. അച്ഛനും അമ്മയും കൂടി അത് പറിക്കാൻ നോക്കുന്നതാണ്. ഒരെണ്ണം വീണിട്ടുണ്ട്. കിട്ടിയോ? കിട്ടിയില്ലേ? വലുത് കിട്ടിയോ? ഇതാ ഇതെൻ്റെ വീടിൻ്റെ മുറ്റമാണേ. Bitch, you won't be BM. We should be closer than friends. If you OPN, engaging you's on my agenda. Request my chariot to get ya. The door's OPN. Take the high road and hop in. നമ്മുടെ 15 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞു. ഇപ്പൊ 12:15 എനിക്ക് 12:30 അടുത്ത ഫുഡ് കഴിക്കണം. 2 മണിക്ക് കഴിഞ്ഞ് പിന്നെ വിശക്കാൻ തുടങ്ങും. നമ്മളിതാ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അമ്മമ്മയാണ് എനിക്ക് ഉണ്ടാക്കി തരുന്നത്. എന്താ അമ്മ ഇത് പറ? മുത്താറിന്റെ കുറുക്കാണ്. ഇതിൽ എന്തൊക്കെ നമ്മൾ ഇട്ട് വെച്ചേ? ഇതില് പാലും മുത്താറിയും പിന്നെ വെല്ലമാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? വെല്ലം ഇല്ലാതെ എനിക്ക് വെള്ളത്തിന്റെ ടേസ്റ്റ് പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോ പഞ്ചസാര ഇടാൻ പോണ്. കുറച്ച് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മുത്താറി തന്നെ പിന്നെ എന്താണ് കഴുകി എന്താക്കിയത് അരച്ച് ഊറ്റിയെടുത്തതാണ്. ഇനി ഇതിൽ നെയ്യ് വേണം. ഇതിന്റെ ദോശയൊക്കെ ഉണ്ടാക്കൂലേ? റൊട്ടി പുട്ടൊക്കെ ഉണ്ടാക്കും. പണ്ടൊക്കെ റൊട്ടിയും പുട്ടും. ഇത് പ്രഗ്നന്റ് ലേഡീസിന് മാത്രമല്ല, ചെറിയ മക്കൾക്ക് കൊടുക്കാം, അതുപോലെ ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് ഇതിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം. ഇതിങ്ങനെ ഇളക്കിയില്ലെങ്കിൽ അത് അവസാനം കട്ട പിടിച്ച് കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. ഇതാ ഇപ്പൊ ഇങ്ങനൊരു കൺസിസ്റ്റൻസി ആയി. ഇതാ കണ്ടോ? എന്നിട്ട് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്കിഷ്ടം. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ, നല്ല വെള്ളം പോലെയായിട്ട് കുടിക്കും. ചിലർക്ക് കുറച്ച് കട്ടിയായിട്ട് വേണം. എനിക്ക് കുറച്ച് കട്ടിയായിട്ടാണ് ഇഷ്ടം. ഓക്കെ, നമ്മൾ ഓഫ് ചെയ്തു. ഇതാ നെയ്യൊക്കെ ഇട്ട് ഇപ്പോൾ ഇതാ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ഇത് കഴിക്കണം. ഇവിടെ ഇരുന്നിട്ട് സാധാരണ കഴിക്കും. ഞാൻ ഭക്ഷണം കഴിക്കാൻ കുറച്ച് നേരമൊക്കെ കഴിക്കും. കാരണം എല്ലാവരും ഒരു 1:30 ആകുമ്പോൾ കഴിക്കും. എനിക്ക് ഇതൊക്കെ കഴിച്ചിട്ട് 12:30 ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശക്കൂല. വിശക്കാണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തിന്നില്ല. ഹലോ ഗൈസ്, ഇതാ ഉച്ചഭക്ഷണമായി. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡിഷസ് ഒക്കെ കാണിച്ചത്. ചോറ്, അതിന് ചീരേൻ്റെ ഉപ്പേരി, നല്ല അയൺ റിച്ച് ആയ സാധനമാണ്. ചോറ് ഞാൻ അധികം എടുത്തിട്ടില്ല, കാരണം ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടിച്ച് കയറണം വെച്ചിട്ട് അവിടെ പ്രോട്ടീൻ ഉണ്ട്. മുള്ള മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ഇന്ന് ഉണ്ടാക്കാൻ പറഞ്ഞത് കേട്ടോ അമ്മേനോട്. അതുപോലെ ഇതാ ഇങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ഭയങ്കര കൊതിയൊക്കെ വരുമ്പോൾ കഴിക്കാം. എന്താ അമ്മേ ഇതെന്തായിരുന്നു അമ്മേ? വെള്ളരിക്കയും കുരുവും മാങ്ങ. ഓക്കെ, ഇത് വെള്ളരിക്കയും കുരുവും മാങ്ങയും കൂടി ഇട്ട് വെച്ച കറിയാണ്, ഒരു പുളി കറിയാണ്. ഇത് മത്തനാട്ടോ, മത്തൻ എന്നെ ആദ്യത്തെ ട്രൈമസ്റ്ററിലൊക്കെ ഒരുപാട് സഹായിച്ചാണ്. ഇത് മോരാണ്. അപ്പോൾ അമ്മയും ഞാനും കൂടി ഇപ്പോൾ ഇന്ന് കഴിക്കുന്നത്. ബാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. എല്ലാ ദിവസവും ഇത്രയൊന്നും ഉണ്ടാവാറില്ല. ഇന്ന് ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചാണ് എല്ലാം കൂടി. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്യും. അന്നെങ്കിൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഉറങ്ങാറുള്ളൂ. അങ്ങനെ ദിവസം ഇത്ര നേരം ഉറങ്ങാറില്ല. മാക്സിമം ഞാൻ ഉറക്കം കുറയ്ക്കാറാണ്, വെറുതെ റിലാക്സ് ചെയ്യാറുള്ളൂ. ഇപ്പം ഈ സമയത്ത് എൻ്റെ ചില എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യും. ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ബേബി മെല്ലെ അനങ്ങാനൊക്കെ തുടങ്ങും. അപ്പം ഞാനിങ്ങനെ അതൊക്കെ നോക്കിയിരിക്കും. ബേബി അനങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണമാണ് ഈ അമ്മമ്മ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. അവിൽ നനച്ചതാണ്, അവിലും അതിൽ തേങ്ങയും പിന്നെ കുറച്ച് വെല്ലവും ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് കഴിക്കും. അവിലിൻ്റെ ഗുണവും തേങ്ങയുടെ ഗുണവും വെല്ലത്തിൻ്റെ ഗുണമൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇതുപോലെ ഒരു 7 സെർവിങ്സ് ആയിട്ടാണ് എൻ്റെ പ്രഗ്നൻസി ടൈമിലെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എല്ലാം ഏകദേശം 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇടവിട്ടിട്ടാണ്. ഉച്ചഭക്ഷണം നല്ല ഹെവി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 2.5-3 മണിക്കൂർ വരെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സമയത്ത് കഴിക്കുന്നത്. ഇതിപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയി. ഞാനിതാ ഇങ്ങനെ കുറച്ചൊന്ന് വെയിലൊക്കെ കൊണ്ട് പുറത്തു കൂടി ഇറങ്ങി നടക്കുകയാണ്. ഈ ഒരു സമയത്ത് പുറത്തു കൂടെയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ് എയറൊക്കെ ബ്രീത്ത് ചെയ്ത് ഇങ്ങനെ നടക്കുന്നത് നല്ലതാണ്. കുറച്ച് വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ്. വൈറ്റമിൻ ഡി പിന്നെ അല്ലാതെ സപ്ലിമെൻ്റ് ഒന്നും കഴിക്കണ്ട. ഇങ്ങനെ കുറച്ച് വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നം നമുക്ക് പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നടക്കാം. ഇതാണ് എൻ്റെ മുറ്റം. അധികം ചെടികളൊന്നുമില്ല, പണ്ടുണ്ടായിരുന്നു. കാണുന്നില്ലേ? ഇപ്പോൾ ഇതാ വീണ്ടും ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ മുട്ട കഴിക്കുകയാണ്, ഫ്രൈ ആയത്. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഏകദേശം അവസാനിക്കാനായതുകൊണ്ട് ഞാൻ കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിർത്താം. നമ്മുടെ പ്രഗ്നൻസിയിലെ ഡയറ്റിൽ 65% കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനകത്ത് തന്നെ ഹോൾ ഗ്രെയിൻസ് ആണ് ഏറ്റവും നല്ലത്. അതായത് റാഗി, വീറ്റ്, ഗോതമ്പ്, അതുപോലെ നമ്മുടെ കുത്തരിയില്ലേ വരിയുള്ള, അതൊക്കെയാണ് കഴിക്കേണ്ടത്. സാധാ മറ്റേ അരിനേക്കാളും നല്ലത് അതാണ്. ഒരുപാട് ചോറ് കഴിക്കാൻ ചെയ്യരുത്. ഷുഗറൊക്കെ ഉള്ള ചില കേസിൽ ഒരുപാട് കഴിക്കരുത്, അല്ലെങ്കിൽ ഒരുപാട് കഴിക്കാൻ നല്ലതല്ല. ഇതാണ് ആദ്യത്തെ ഒരു ലെയർ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. വെജിറ്റബിൾസ് പിന്നെ ഒരുപാട് കഴിക്കും. ഇപ്പോൾ ക്യാരറ്റ്, വെള്ളരിക്ക, പിന്നെ ഇതില്ലേ പൾസസ് ഇല്ലേ, പയറ് വർഗ്ഗങ്ങൾ, അത് മുളപ്പിച്ചിട്ട് കഴിക്കുക. ഒരു ദിവസം ഒരിക്കലെങ്കിലും കഴിക്കാം. ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒരു 7 സെർവിങ്സ് വരെ നമുക്കൊരു ദിവസം കഴിക്കാമെന്നാണ് പറയുന്നത്. ഫ്രൂട്ട്സിൽ പിന്നെ ഈ പഴം, മാങ്ങ, ചക്ക പോലുള്ള ഭയങ്കര ഷുഗർ ക്വാണ്ടിറ്റി കൂടുതലുള്ള സാധനങ്ങൾ അധികം കഴിക്കരുത്. പകരം നമ്മളിപ്പോൾ ഓറഞ്ച്, ആപ്പിള്, പിന്നെ പേരക്ക ഇതൊക്കെ വളരെ നല്ലതാണ്. അതിൽ ഫൈബർ കണ്ടൻറ്റും കൂടുതലാണ്, വൈറ്റമിൻസും ഒക്കെ നല്ല കൂടുതലാണ്. മറ്റില്ല എന്നല്ല, പക്ഷെ അതിൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതലുകൊണ്ടാണ് ഞാനത് ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ പറയുന്നത്. ഡ്രൈ ഫ്രൂട്ട്സിനെ പറ്റി ഭയങ്കര സംശയമാണ് എല്ലാവർക്കും. ഇത് ഒരുപാട് കഴിക്കണോ, പിന്നെ കുറേ എണ്ണം എടുത്ത് കഴിക്കാൻ പാടില്ല. അത് 2-3 എണ്ണം ഞാൻ രാവിലെ കാണിച്ച പോലെ അത്രയും കഴിക്കാം.
പിന്നെ പാല് ഒരു 2-3 ഗ്ലാസ് ഒക്കെ കുടിക്കാം. പ്രീ പ്രഗ്നൻറ്റ് വെയിറ്റ് ഓൾറെഡി കുറവുള്ള ഒരു ലേഡി ആണെങ്കിൽ 3 ഗ്ലാസ് വരെയൊക്കെ കുടിക്കാം. പക്ഷേ ഓൾറെഡി ഒബീസായ ഒരു ലേഡിയാണ് പ്രഗ്നൻ്റ് ആയതെങ്കിൽ അവർ 3 ഗ്ലാസ് ഒന്നും കുടിക്കേണ്ട കാര്യമില്ല. ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആർട്ടിഫിഷ്യലി സ്വീറ്റൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ജങ്ക് ഫുഡ്സ്, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അത്രയും കൊതി വന്നാൽ മാത്രം 1-2 ഒക്കെ എടുത്ത് കഴിക്കാമെന്നല്ലാണ്ട് ഒരുപാട് കഴിക്കരുത്. ജ്യൂസസ് കുടിക്കുന്ന അത്ര നല്ലതല്ല. കഞ്ഞിയും ഇതൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം. പിന്നെ തടിയുള്ളവർ ഇതുപോലെ ഈ തേങ്ങയൊക്കെ ഒരുപാട് അരച്ചിട്ടുള്ള സാധനം കഴിക്കരുത്. പിന്നെ റെഡ് മീറ്റ് അത് അവോയ്ഡ് ചെയ്യുക, ഇത് ഓൾറെഡി ഒബീസായ ലേഡീസ്. പിന്നെ ഷുഗർ ഉള്ളവരെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല പച്ചക്കറികളും ഇതൊക്കെ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ പുറത്തുനിന്ന് മേടിച്ച് അങ്ങനെ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ ഹോട്ടലിൽ നിന്നൊക്കെ പോയി കഴിക്കുന്നത്, അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഗർഭിണികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇത് എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു സമയം ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എടുത്തു പറഞ്ഞെന്ന് മാത്രം. ഇതാണ് നമ്മുടെ രാത്രി ഭക്ഷണം. ഇതെൻ്റെ സീറ്റാണ്. എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് തലയണൊക്കെ വെച്ച് സെറ്റാക്കി ഇരിക്കുകയാണ്. ചപ്പാത്തിയും ചിക്കനുമാണ്. നോൺ വെജൊക്കെ ഒരു 2-3 ടൈംസ് വീക്ക്ലി കഴിക്കുന്നുണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അതെ, നമ്മളിവിടെ വല്ലപ്പോഴും വാങ്ങാറുള്ളൂ. നമ്മൾക്കൂടെ വെജിറ്റേറിയൻ ആണ്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. സോ നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഞാനിതാ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇനി 1 ഗ്ലാസ് പാലും കൂടി കുടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പം അങ്ങനെ ടോട്ടൽ 2 ഗ്ലാസ് പാൽ. ഞാൻ ബെഡൊക്കെ റെഡിയാക്കി വെച്ചു. നിങ്ങൾക്ക് കാണാം, അതിൻ്റെ 2 തലയാണൊക്കെ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും വ്ളോഗ്സ് ചെയ്യാൻ ശ്രമിക്കാം. നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും വേറൊരു ടോപ്പിക്കായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി സൈനിങ് ഓഫ് ആൻഡ് ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.